ഹായ് ഗൈസ്, വെൽക്കം ടു ഹാക്ക് ഫയൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിനക്സിൽ എങ്ങനെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, IoT, ഹാർഡ്വെയർ ഹാക്കിംഗ് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ആണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ കൂടുതൽ ഡിലേ ആക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ കാലി ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ മേ ബി ഉബുണ്ടു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിനക്സ് ഡിസ്ട്രോസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് അത് കുഴപ്പമില്ല, എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ് ഇൻസ്റ്റാളേഷൻ. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രൗസർ എടുക്കുക. ഞാനിവിടെ ഫയർഫോഴ്സ് എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിൽ നിങ്ങൾ ഈ ഒരു ലിങ്കിലോട്ട് നേരെ വരിക. സോ ഈ ലിങ്ക് എവിടെ നിന്ന് കിട്ടും? ഈ ലിങ്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ ടോപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരെ നിങ്ങൾ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡെബിയൻ ആൻഡ് ഉബുണ്ടു ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ അതിൽ ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത് ഈസിയസ്റ്റ് വേ ടു ഇൻസ്റ്റാൾ VS കോഡ് എന്ന് പറഞ്ഞിട്ട്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ നിങ്ങളുടെ പാക്കേജ് ഡൗൺലോഡ് ആകും. സോ മേ ബി നിങ്ങൾ ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൽ ഞാൻ VMwareലാണ് യൂസ് ചെയ്യുന്നത്. സോ അത് M1 ചിപ്പാണ്. സോ ഇത് ARM ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാക്കേജാണ് കയറ്റുന്നത്. ARM64ൻ്റെ പാക്കേജാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, നിങ്ങളത് അതിനനുസരിച്ച് കയറ്റുക. സോ നിങ്ങൾ നോർമലാണെങ്കിൽ നിങ്ങൾ സാധാ ഇതിമേ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതിമേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും. സോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തത്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെർമിനൽ എടുക്കാം. സോ നമ്മൾ ടെർമിനൽ എടുക്കാം. സോ ഇത് നമ്മുടെ ഡൗൺലോഡ്സിലായിരിക്കും വന്ന് കിടക്കുന്നത്. സോ ഞാൻ ഡൗൺലോഡ്സിലോട്ട് പോകുന്നു. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു. ഞാൻ LS അടിച്ചു. സോ LS അടിച്ച സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നിങ്ങളിത് ഇപ്പോൾ ചിലപ്പോൾ AMD64 എന്നുള്ള ഈ ഒരു പാക്കേജ് ആയിരിക്കും. സോ അത് എടുത്താൽ മതി. സോ എൻ്റെ കേസിൽ ഞാൻ ARM64 ആണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സുഡോ dpkg -i എന്ന് കൊടുത്തിട്ട് ഈ ഒരു ARM64ൻ്റെ പാക്കേജ് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് ചോദിച്ചു, ഞാൻ അതും കൊടുത്തു. സോ അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു വന്നത് ഇൻസ്റ്റാൾ വുഡ് ലൈക്ക് ടു ആഡ് മൈക്രോസോഫ്റ്റ് ഡെപ്പോസിറ്റ് സൈനിങ് ചെയ്യുന്നത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യെസ് എന്ന് കൊടുത്തു. സോ യെസ് എന്ന് കൊടുത്ത സമയത്ത് എല്ലാം ഓക്കെ ആയെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കോഡ് അടിച്ച് നോക്കാം. കോഡ് അടിച്ച സമയത്ത് നമ്മുടെ VS കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ നമ്മുടെ VS കോഡ് സെറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കുറേ ഈസി എക്സ്റ്റൻഷൻസൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ സേവ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് ഓട്ടോ സേവ് എന്ന് കൊടുത്താൽ ഓട്ടോ സേവ് ഒക്കെ ഓൺ ആയി കിട്ടും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്നിപ്പറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ലിനക്സിൽ VS കോഡ് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്.